നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു മൂവ് ആണ് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തിരുന്നില്ല. നിങ്ങൾക്കിവിടെ കാണാം, നമ്മളുടെ ഫണ്ട് ബാലൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ P&L ഇവിടെ കാണിക്കുന്നുണ്ട്. എല്ലാം സീറോയാണ് കാണിച്ചേക്കുന്നത്. അതായത് നമ്മളിന്ന് ട്രേഡ് എടുത്തിരുന്നില്ല. മറ്റ് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ തിരക്കിലായിരുന്നു. നാളെയും മറ്റന്നാളും ഏകദേശം അതുപോലെ ആകാനുള്ള സാധ്യതയുമുണ്ട്. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 300 പോയിൻറ്റിൻ്റെ ഒരു ലോ ടു ഡൗൺ 300 പോയിൻറ്റിൻ്റെ മൂവ് നിഫ്റ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.26% അപ്സൈഡ് മൂവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പ്രൈസ് ആക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നത് ഒന്ന് വിലയിരുത്തുക. കുറച്ച് സൈക്കോളജിക്കൽ പാർട്ടും കൂടെ നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ വാച്ച് ലിസ്റ്റിൽ ഒരു 5 സ്റ്റോക്കാണ് നമ്മൾ ഡേ ട്രേഡിങ്ങിന് വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചേക്കുന്നത്, എവിടെയൊക്കെ നമുക്കൊരു എൻട്രി കണ്ടെത്താൻ പറ്റുമായിരുന്നു അക്കോർഡിംഗ് ടു നമ്മുടെ പ്രൈസ് ആക്ഷൻ, നമ്മുടെ റൂൾസ് പ്രകാരം. അതൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് സൈക്കോളജിക്കൽ പാർട്ടും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ട്രേഡ് എടുത്തിരുന്ന വിപ്രോയിലാണ്. വിപ്രോ നമുക്കിവിടെ കാണാം. ഇന്നത്തെ ദിവസം അതിൻ്റെ ടോട്ടൽ ചേഞ്ച് ലോ ടു ഹൈ അത് കൊടുത്തേക്കുന്നത് 1.3% ആണ്. നമ്മൾ പറയാറുണ്ട് ഒരു 2% ഒരു ദിവസം ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനകത്ത് നമുക്കൊരു റിവേഴ്സൽ ട്രേഡ് എൻട്രി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് 1:2 റിസ്ക് റിവാർഡ് വെച്ചിട്ടൊരു ട്രേഡ് അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 2% മൂവ് ഇല്ല എന്ന് മാത്രമല്ല 1.5%ൻ്റെ മൂവ് പോലും ഇല്ല. എന്നിരുന്നാൽ പോലും അക്കോർഡിംഗ് ടു നമ്മളുടെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി അനുസരിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഓർഡർ ബ്ലോക്കായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നത് ഈ ഒരു പർട്ടിക്കുലർ റെഡ് ക്യാൻഡലിൻ്റെ മുകളിൽ നിന്ന് നല്ലൊരു മൂവാണ് മുകളിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അടയാളപ്പെടുത്തി വെച്ചിരുന്നത്. ഇന്ന് മോർണിംഗിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ കൊടുത്തതിന് ശേഷം താഴത്തേക്ക് നല്ല പുഷ് വന്നു. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ്. അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു. ഇവിടുന്ന് റിവേഴ്സൽ ട്രേഡ് എടുക്കുന്ന ഒരാൾക്ക് അപ്പോൾ ഇവിടെ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നാൽ ഒരു 9:20 അല്ലെങ്കിൽ 9:25 ക്യാൻഡിൽ നമുക്കിവിടെ എൻട്രി എന്തായാലും കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി ബ്രാക്കറ്റ് ഓർഡർ ഇടുന്ന ആൾക്ക് 0.5% സ്റ്റോപ്പ് ലോസും 1% ടാർഗറ്റുമാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഹൈയിലേക്കാണ് 1% വരുന്നത്. അതവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1:2 റിസ്ക് റിവാർഡ് അവിടെ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ അടയാളപ്പെടുത്തിയിരുന്ന ഇവിടെയും അതിന് മുകളിൽ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ ഇവിടെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നത്. മാർക്കറ്റ് പക്ഷേ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല. നമുക്കിവിടെ കാണാം ഇന്നത്തെ ഇതിൻ്റെ വോളിയം കമ്പാരിറ്റീവ്ലി വോളിയം കാണിക്കുന്നുണ്ട് എന്നതാണ് സത്യം. എന്നിരുന്നാലും മാർക്കറ്റ് ഒരു അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു ഫേസിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് പഠിച്ചോളൂ. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഈ സ്റ്റോക്ക് എന്ന് വേണം നമ്മളിപ്പോൾ കരുതാൻ. ഇനി ഇത് നമ്മളുടെ വിസിബിൾ റേഞ്ച് ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഓർഡർ ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഇവിടെ എന്തിനാണ് കൂടുതൽ സാധ്യത അതിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. 61 സെല്ലേഴ്സ്, 62 ബയേഴ്സ്, 128, 111, 164, 260. അപ്പോൾ ഇവിടെ മൊത്തം ഒന്ന് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ബൈയിങ് സൈഡ് വോളിയം കൂടുതലാണ്, സെല്ലിംഗ് സൈഡ് വോളിയം കുറവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ഫിഗേഴ്സ് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ ഓർഡർ ബ്ലോക്ക് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ ബൈ പോകും എന്നതാണ് നമ്മുടെ അസംഷൻ. അതിവിടെ വോളിയം ബേസ് നോക്കിയാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഇവിടെ വെർട്ടിക്കൽ വോളിയം എടുത്തു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ ഇവിടെ നമ്മൾ ഹൊറിസോണ്ടലി ഈ ഒരു വോളിയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കൃത്യമായി ഇരട്ടിയിലധികം ഇല്ലെങ്കിൽ വ്യക്തമായൊരു മെജോറിറ്റി ബൈയിങ് സൈഡ് വോളിയത്തിനിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നമുക്ക് വന്ന് ഹിറ്റ് ചെയ്തു. ആ ഹിറ്റ് ചെയ്ത സമയത്ത് ഒരു 101K വരെയൊക്കെ ഇല്ലെങ്കിൽ 51K ഇവിടെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സെല്ലേഴ്സ് കാണിക്കുമ്പോൾ അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഇരട്ടി 100 50 ഇരട്ടി 100 ഇവിടെ ബൈയിങ് വോളിയം കാണിച്ചേക്കുന്നത്. സോ ദാറ്റ് ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എൻട്രി എടുക്കാൻ ഇരിക്കുന്ന സമയത്ത് ഇത് നോക്കി വിശകലനം ചെയ്തിട്ട് എൻട്രി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എനിവേ എൻട്രി എടുത്തതിന് ശേഷം
നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി അത് നോക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് എൻട്രി എടുത്ത ഒരാൾക്ക് നല്ലൊരു 1:2 റിസ്ക് റിവാർഡിൻ്റെ ട്രേഡ് അവിടെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് സാധാരണ പറയാറുണ്ട് ഒരു ഡേ ഹൈ, പ്രീവിയസ് ഡേ ഹൈ ഇവിടെയാണ്, അപ്പോൾ ഡേ ലോ ഇവിടെയാണ്. ഈ ഏരിയകളിൽ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ നിന്ന് നല്ലൊരു പുഷാണ് മുകളിലേക്ക് കിട്ടിയിട്ടുള്ളത്. ഡേ ലോയിൽ നിന്നും മാക്സിമം 1.5%, നിയർലി 1.5% ഒരു പുഷ് കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുള്ളതാണ്. സോ ദാറ്റ് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും മുകളിലേക്ക് ഒരു പുഷ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇവിടെ നല്ല ബയേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്നിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫസ്റ്റ് ക്യാൻഡിൽ താഴത്തേക്കൊന്ന് റിജക്റ്റ് ചെയ്തെങ്കിൽ പോലും അത് ഗ്രീൻ ക്യാൻഡിലായിട്ടാണ് അവസാനിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഇവിടെ നല്ല ബൈയിങ് വോളിയം കിട്ടിയിട്ടുണ്ട്. നമ്മൾ വിസിബിൾ റേഞ്ച് വോളിയത്തിലേക്ക് വരുവാണെങ്കിൽ അവിടെ നമുക്ക് പ്രീവിയസ് ഡേയിലുണ്ടായിരുന്ന അവസ്ഥയും ഇന്നത്തെ അവസ്ഥയൊക്കെ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെ ഹ്യൂജ് സെല്ലേഴ്സ് വന്നിരുന്നു. അതിനെ ബീറ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് മുകളിലേക്ക്, അതായത് ഇത്രയും സെല്ലേഴ്സ് വന്നിരുന്നെങ്കിലും ഇവിടെ പിന്നെ വോളിയം താഴത്തേക്ക് ബയ്യേഴ്സിൻ്റെ സൈഡ്, അതായത് ഈ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാനായിട്ട് പിന്നെ അവിടെ ആൾക്കാർ വന്നിട്ടില്ല. ഇല്ലെങ്കിൽ ഹയർ പ്രഷറിൽ ഇവിടെ സെല്ലിങ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും പ്രൈസ് പക്ഷേ ഡൗൺ പോയിട്ടില്ല. സോ ദാറ്റ് ഇത്രയും വോളിയത്തിലൊക്കെ ഇവിടെ സെല്ലിങ് നടന്നു, അപ്പോഴൊക്കെ കുറഞ്ഞ വോളിയത്തിലെ ബൈയിങ് നടന്നിട്ടുള്ളൂ, പക്ഷേ മാർക്കറ്റ് മുകളിലേക്കാണ് പോയിട്ടുള്ളത്. സോ ദാറ്റ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റിന് ഇൻട്രസ്റ്റ് മുകളിലേക്കാണ്. പ്രൈസ് മുകളിലേക്ക് പോയാലേ മാർക്കറ്റിൽ അവിടെ വോളിയം പിന്നെ വരത്തുള്ളൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈലും കൂടെ നമുക്കിവിടെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം കാണാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ താഴത്തേക്ക് ഉള്ള ഏരിയയിൽ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ താഴത്തേക്ക് വോളിയം ഒന്നും വന്നിട്ടില്ല, എന്നാൽ ഇന്നത്തെ ദിവസം താഴത്തേക്ക് വോളിയം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെ സെല്ലേഴ്സിൻ്റെ വോളിയം 0 പക്ഷേ ബയ്യേഴ്സ് ഇവിടെ താഴത്തേക്ക് പ്രൈസ് വന്നപ്പോഴൊക്കെ ഇവിടെ ബയ്യേഴ്സാണ് ആക്റ്റീവ്ലി ഉള്ളത്. സോ ദാറ്റ് ഇവിടെ മാർക്കറ്റ് നല്ല രീതിയിൽ റിജക്റ്റ് ചെയ്ത് പോയേക്കുവാണ്. ക്ലോസ് ചെയ്തേക്കുന്നത് ബുള്ളിഷ് ക്യാൻഡിലായിട്ടാണ് ക്ലോസിങ് തന്നേക്കുന്നത്. സോ ദാറ്റ് നമുക്ക് എന്തുറപ്പിക്കാം, മാർക്കറ്റ് ഇന്ന് ഒരു ബൈയിങ് മൊമെൻറ്റത്തിലാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ വോളിയം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, ആ ഫസ്റ്റ് ക്യാൻഡിൽ വോളിയം എന്ന് പറയുന്നത് 373. അപ്പോൾ അതിനകത്ത് മെജോറിറ്റി നമുക്ക് ബൈയിങ് സൈഡിലേക്കാണ് മൂവ് ചെയ്തിട്ടുള്ളത് എന്നതുകൊണ്ടും നമുക്ക് ഈ ഒരു, അതായത് ഇതിവിടെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ്. കാരണം ഇവിടുന്ന് വലിയൊരു മൂവാണ് മാർക്കറ്റ് തന്നത്. ഏകദേശം നമുക്ക് അവിടുന്ന് കിട്ടിയേക്കുന്ന മൂവ് എന്ന് പറയുന്നത് നിയർലി 1%-നടുത്ത് മൂവ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ തിരികെ നല്ലൊരു പുഷ് താഴത്തേക്ക് വന്നപ്പോഴും അതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ അങ്ങോട്ട് തന്നെ ഒന്ന് ഒരു റിജക്ഷൻ വന്നതിന് ശേഷം, പുൾ ബാക്ക് വന്നതിന് ശേഷമാണ് മാർക്കറ്റ് പിന്നെ കറക്റ്റ് ഡയറക്ഷൻ പോയേക്കുന്നത്. സോ ദാറ്റ് ഇവിടെ ഒരു എൻട്രി പോയിൻ്റ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ്. ഇത് ക്ലോസ് ചെയ്തതിന് ശേഷമേ നമുക്കിവിടെ ഒരു എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്, അത് ഇതിനെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് ആ സമയത്ത് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്കൊരു ഓർഡർ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് റണ്ണിങ് ടൈമിൽ കണ്ടുപിടിച്ച് ഓർഡർ ഇടാവുന്ന ഒരു ഓർഡർ ബ്ലോക്കാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മാത്രമേ നല്ലൊരു എൻട്രി ഇതിനകത്ത് ഇന്നത്തെ ദിവസം നമുക്ക് കാണാനുള്ളൂ എന്നതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു എൻട്രി നമ്മൾ എടുത്തിരുന്നു എങ്കിൽ പിന്നീട് നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കിലേക്ക് 2%-നടുത്തുണ്ട്. അപ്പോൾ 1:2 റിസ്ക് റിവാർഡ് അവിടെയും കിട്ടുന്നുണ്ടാകും. ഇതല്ലാതെ നമുക്കൊരു റിവേഴ്സൽ ട്രേഡ് എൻട്രി ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഈ സ്റ്റോക്കിൽ അങ്ങനെ ഒരു എൻട്രി പിന്നെ എടുക്കാനില്ല. ഇനി BPCLലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ നമുക്ക് റിവേഴ്സൽ എൻട്രി എടുക്കാൻ ഉള്ള അവസരമൊന്നും ഇന്ന് നമുക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഇത് ഓർഡർ ബ്ലോക്കിനുള്ളിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഓർഡർ ബ്ലോക്കിൻ്റെ വാലിഡിറ്റി എങ്ങോട്ടേക്ക് മാർക്കറ്റ് പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. ഇവിടെ കഴിഞ്ഞ ദിവസം ഈ വിസിബിൾ റേഞ്ച് വെച്ചിട്ട് ഇവിടെ കഴിഞ്ഞ ദിവസത്തെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ 225K നമുക്കിവിടെ കാണാൻ പറ്റുന്ന സെല്ലേഴ്സും അതിൻ്റെ പകുതിയോളം അല്ലെങ്കിൽ 200 താഴെ മാത്രമാണ് ബയ്യേഴ്സിൻ്റെ വോളിയം ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്തൊക്കെ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഏരിയ പ്രൈസിന് മുകളിലേക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആയിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാം. ഇത് കണ്ടോ, 112, 100 താഴെ.
ഇത് 361 സെല്ലേഴ്സ്, അപ്പോൾ തന്നെ 172 ബയ്യേഴ്സ് ഉള്ളൂ. അപ്പോൾ പകുതിയിൽ ഓളം മാത്രം ബയ്യേഴ്സ് ഉള്ളെങ്കിലും പ്രൈസിന് ഈ ഏരിയയിൽ നിന്ന് മുകളിലേക്ക് പോകാനാണ് ഇൻട്രസ്റ്റ്. സോ ദാറ്റ് ഇതൊരു നല്ല സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ ഈ സപ്പോർട്ട് ഏരിയയ്ക്ക് അകത്ത് വന്നിട്ടാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ മാർക്കറ്റ് അവിടുന്ന് നല്ലൊരു ബൈയിങ് സൈഡ് മൂവാണ് നടത്തിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇവിടെ ബ്ലൈൻഡ്ലി ഒരു എൻട്രി എടുക്കാം എന്നുള്ളതാണ് ഒന്നാമത്തത്. അതല്ല എങ്കിൽ പിന്നെ ഉള്ളത് ഈ ഒരു റെസിസ്റ്റൻസ്, അതായത് വൺസ് ഒരു റെസിസ്റ്റൻസ് അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് സപ്പോർട്ടാകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി നല്ലൊരു ക്യാൻഡിൽ ഡൗൺ സൈഡ് പുഷ് ചെയ്തിട്ടും മാർക്കറ്റ് പിന്നീട് അങ്ങോട്ട് ഇവിടെ ഏകദേശം ഒരു സപ്പോർട്ട് എടുക്കാവുന്ന രീതിയിൽ എന്ന് പറയുന്ന രീതിയിൽ ഇന്നലെ നിന്നു എന്ന് പറയാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസവും ഇതിനെ ക്രോസ് ചെയ്ത് മുകളിൽ പോയതിന് ശേഷം ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഇവിടുന്ന് എൻട്രി എടുക്കാം. ഇനി ഇവിടുന്ന് എൻട്രി എടുക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ റെഡ് ക്യാൻഡലിൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് എന്തായാലും എൻട്രി എടുക്കാം. കാരണം വേറൊന്നുമല്ല, ഇത് ട്രെൻഡിങ് സൈഡ് എൻട്രിയാണ്. എന്നിരുന്നാൽ പോലും ഇവിടെ എൻട്രി എടുക്കാം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് നമ്മൾ വരച്ചു വെച്ചേക്കുന്ന ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസുമാണ്. ഇതിവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോഴൊക്കെ മാർക്കറ്റ് ഇവിടെ നമുക്ക് കാണാം ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി സപ്പോർട്ട് എടുത്തു, എന്നിട്ട് അവിടെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഹിസ്റ്റോറിക്കലി നന്നായിട്ട് ഒന്ന് വർക്ക് ചെയ്തിട്ടുള്ള ഏരിയയാണ്. ഒപ്പം തന്നെ ഡൗൺ സൈഡ് പോകുന്നപ്പോഴാണേലും തിരികെ വന്ന് ഇതിൻ്റെ മുകളിൽ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുന്ന ക്ലോസിങ് തന്ന അതിനോടനുബന്ധിച്ച് തന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ദിവസമാണെങ്കിലും താഴത്ത് വന്ന് ഈ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് മാർക്കറ്റ് പോയിട്ടുള്ളത്. സോ ഹിസ്റ്റോറിക്കലി ആ ഒരു ഏരിയ കുറച്ച് പ്രാധാന്യമുള്ളൊരു സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് നമ്മൾ ഹിസ്റ്റോറിക്കലി കണ്ടിട്ടുണ്ട്. സോ ദാറ്റ് ഇവിടെ നിന്ന് ഒരു എൻട്രി ഈ ക്യാൻഡലിൻ്റെ, അതായത് ഈ റെഡ് ക്യാൻഡലിൻ്റെ മുകളിലാണ്. ഒപ്പം തന്നെ ഇതൊരു പ്രൈസ് ആക്ഷൻ ലൈനാണ്. അതുകൊണ്ടിട്ടാണ് നമ്മൾ അവിടെ പോയിട്ട് എൻട്രി എടുക്കാവുന്നത്. അങ്ങനെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കിതാ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ഇതാണ്. ഇത് 1:2 കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1:2 ഇവിടെ സിമ്പിളി കിട്ടുന്നുണ്ട്. ഇനി ഹയസ്റ്റ് നെക്സ്റ്റ് ലെവൽ പിടിച്ചാൽ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2%, അതായത് 1:4ലേക്കും ഈ ഒരു ലെവലിലേക്ക് ടാർഗറ്റ് ചെയ്താൽ 1:6ലേക്കും ഇനി നെക്സ്റ്റ് ലെവലിലേക്കും ഒക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്താൽ ഇവിടെ വരെ ടച്ച് ചെയ്തിട്ടില്ല, എന്നാൽ പോലും മാർക്കറ്റിൻ്റെ ഹൈ ഇല്ല ക്ലോസിങ്ങിലേക്ക് വന്നിട്ട് 1:8 വരെയൊക്കെ കൊടുക്കാവുന്നൊരു മൂവ് മാർക്കറ്റ് ഇന്ന് കൊടുത്തിട്ടുണ്ട് BPCL. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇന്നിപ്പോൾ ഇതിനകത്ത് നമുക്ക് എടുക്കാമായിരുന്ന നല്ലൊരു എൻട്രി അതാണ്. അതർവൈസ് നമുക്ക് ഈ ഒരു സപ്പോർട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്, താഴത്തേക്ക് ബ്രേക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു പ്രൈസ് ആക്ഷൻ പോയിന്റ് ഇവിടെ നമ്മുടെ ഓർഡർ ബ്ലോക്കിൽ നിന്ന് മുകളിലേക്ക് നമുക്ക് എൻട്രി എടുക്കാം. അതേപോലെ ഈ ഒരു പ്രൈസ് ലൈനിലാണെങ്കിലും താഴത്ത് ഇവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ ഒരു സപ്പോർട്ട് ലൈൻ അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ ലൈനിനെ ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് ലെവൽ അത് റെസിസ്റ്റൻസ് എടുത്ത് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, എവിടെയാണോ ബ്രേക്ക് ചെയ്ത് അടുത്ത ലെവലിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇവിടെ ബ്രേക്ക് ചെയ്താൽ അടുത്ത ലെവലിനെ ടാർഗറ്റ് ചെയ്യാം. ഇനി ഇങ്ങനെ എൻട്രി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ റിസ്ക് ഉണ്ട്. താഴത്തേക്ക് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ചെയ്തിട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ആ ഒരു റിസ്ക് എടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഇന്നത്തെ സൈക്കോളജിക്കൽ പാർട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടാകും. ഇനി പവർ ഗ്രിഡ് എങ്ങനെയാണ് ഇന്ന് വർക്ക് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പവർ ഗ്രിഡിൻ്റെ ഇന്നത്തെ ടോട്ടൽ മൂവ് അത് കൊടുത്തേക്കുന്നത് ലോ ടു ഹൈ അത് 2.4% കൊടുത്തേക്കുന്നത്. ഇനി ഇന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതൊരു പ്രൈസ് ആക്ഷൻ ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിരുന്നതാണ്. ഫസ്റ്റ് ക്യാൻഡിൽ ലൈനിൻ്റെ തൊട്ടടുത്താണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ ഒന്ന് ഹിറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് മാർക്കറ്റ് പോകുകയാണ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഡേ ക്ലോസിങ് ഇങ്ങോട്ടേക്കൊരു റീടെസ്റ്റ് തന്നിട്ടാണ് ഇവിടെ പോയിട്ടുള്ളത്. സോ അറ്റ് ദ സെയിം ടൈം ഇവിടെ ഇതിന് നല്ല ഒരു മൂവ്, വൺ സൈഡഡ് മൂവ് കൊടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് കൃത്യമായിട്ടൊരു ഓർഡർ ബ്ലോക്ക് ഇവിടെ കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ പോലും റൺ ടൈമിൽ നമ്മൾ മാർക്കറ്റ് നോക്കിയിട്ടൊരു എൻട്രി എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ സ്റ്റോക്കിൽ പറഞ്ഞ അതേ സ്ട്രാറ്റജി പ്രകാരം ഇതിൻ്റെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുത്താൽ നമുക്ക് ഹൈയിലേക്ക് 1:3 റിസ്ക് റിവാർഡ് കിട്ടാവുന്നൊരു ട്രേഡാണ്. 1:2 എന്തായാലും അതിനകത്ത് കിട്ടുന്നുണ്ടാകും.
അപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് എടുത്താൽ തന്നെ നമുക്കിവിടെ കാണാം ഈ ഒരു റെസിസ്റ്റൻസിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്താൽ തന്നെ 1:2 റിസ്ക് റിവാർഡ് അവിടെ കിട്ടുന്നുണ്ട്. സോ അപ്പോൾ ഇവിടെ നമുക്ക് ആ പ്രൈസ് എങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ വിസിബിൾ റേഞ്ച് എടുത്താൽ സെല്ലേഴ്സിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ കുറവാണ്, 157 ഉള്ളൂ. ബയ്യേഴ്സ് 200 ഉണ്ട്, 270 സെല്ലേഴ്സ്, 317 ബയ്യേഴ്സ്. ഇത് ഇന്നത്തെയും കൂടെ കൂടിയിട്ടുള്ള വിസിബിൾ റേഞ്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്യാൻഡലിനെ അങ്ങ് ഹൈഡ് ചെയ്താൽ ഇന്നലത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാലും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 46 സെല്ലേഴ്സ്, 49 ബയ്യേഴ്സ്, 168 സെല്ലേഴ്സ്, 72 ബയ്യേഴ്സ്. അപ്പോൾ ഈ ബയ്യിങ് സൈഡ് ഇവിടെ കണ്ടിന്യൂസ്ലി കൂടുതലാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് ഹിസ്റ്റോറിക്കലി വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ട് ഇന്ന് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് പോകാം. അപ്പോൾ നമ്മളിവിടെ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഇവിടെ ഇത് താഴത്തേക്ക് ഹിറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് അത് നല്ല സപ്പോർട്ടായിട്ട് പല തവണ അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് റെസിസ്റ്റൻസായി മാറി, എന്നാൽ തിരിച്ചത് എപ്പോഴാണോ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വന്ന് പിന്നീട് അത് സപ്പോർട്ടായി മാറി. സോ ദാറ്റ് ഈ പ്രൈസ് ലൈൻ ഹിസ്റ്റോറിക്കലി നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് നല്ലൊരു സപ്പോർട്ടും ഒപ്പം തന്നെ ബ്രേക്ക് ചെയ്ത് താഴെ പോയപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ടും മാറിയിട്ടുണ്ട്. ഇന്നിവിടെ നോക്കുമ്പോൾ വിസിബിൾ റേഞ്ച് വോളിയം വെച്ചിട്ട് കഴിഞ്ഞ ദിവസവും ഈ ഒരു ഏരിയയിൽ ബയ്യേഴ്സിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ് കണ്ടേക്കുന്നത്. ഒപ്പം തന്നെ ബയ്യേഴ്സ് കൂടുതലാണ്, ഒപ്പം പ്രൈസ് മുകളിലേക്ക് പോയിട്ടുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 സ്റ്റോക്കിൽ നമ്മൾ കണ്ട് ബയ്യേഴ്സിൻ്റെ അളവ് കുറവായിരുന്നു, സെല്ലേഴ്സ് ആയിരുന്നു കൂടുതൽ, പക്ഷേ പ്രൈസ് മുകളിലേക്കാണ് അപ്പോഴും പോയിരുന്നത്. അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഡിസ്ട്രിബ്യൂഷനും കൺസോൾട്ടേഷനും, ആ ഒരു കൺസെപ്റ്റ് ഒന്ന് യൂട്യൂബ് വീഡിയോ മറ്റു ചാനലുകൾ നോക്കി നിങ്ങളൊന്ന് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇവിടുത്തെ ആക്ടിവിറ്റി എന്താണെന്നുള്ളത്, പ്രൈസ് ആക്ഷൻ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി വെച്ചിട്ട് നമുക്ക് ഇന്ന് ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇനി അവിടെ എൻട്രി എടുത്തില്ലെങ്കിൽ പോലും നമുക്കറിയാം ഈ ഒരു ഏരിയയിലൊക്കെ നല്ലപോലെ ബയ്യേഴ്സിൻ്റെ കണ്ടോ ഈ ഒരു ട്രെൻഡ് അത് ഇന്നും കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ, റെഡ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിലേക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പിവോട്ട് പോയിൻറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വൈഡ് പിവോട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് പിവോട്ട് പോയിൻ്റ് വെച്ചൊക്കെ ഒരു കാൽക്കുലേഷൻ നടത്താൻ പറ്റും. അത് ത്രൂ എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. എന്നാലും സിംപ്ലി നമുക്ക് ഇത്രയും മാത്രം ഇതിനകത്ത് നോക്കിയാൽ മതി. അപ്പോൾ റിവേഴ്സൽ ട്രേഡ് ഇവിടെ ഇന്ന് വർക്ക് ഔട്ട് ആയിട്ടില്ല, മറിച്ച് ട്രെൻഡിന് അനുകൂലമായ ട്രേഡ് എടുത്താൽ മാത്രമേ നമുക്കങ്ങനെ ഇന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി NTPCയിലേക്ക് വന്നു കഴിഞ്ഞാൽ NTPCയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മൂവാണ് നടത്തിയേക്കുന്നത്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ലൊരു മൂവ് നടത്തി അതിനുശേഷം കൺസോൾട്ടേറ്റ് ചെയ്യുന്നതാണ് കണ്ടേക്കുന്നത്. ഒപ്പം തന്നെ നമുക്കൊരു കാര്യം കൂടി ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അതായത് NTPCയിൽ പോയിട്ട് ഈ റെഡ് ക്യാൻഡലിൻ്റെ മുകളിൽ ഒപ്പം തന്നെ പ്രൈസ് ആക്ഷൻ ലൈനുമാണ് അവിടെ നിന്ന് നമ്മളൊരു എൻട്രി എടുത്താൽ എന്ത് കിട്ടും? നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റിലേക്ക് 1:2 റിസ്ക് റിവാർഡ് അവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ ട്രേഡിംഗ് അല്ല, മറിച്ച് ട്രെൻഡ് ട്രേഡിംഗ് ആണ്. ഒപ്പം തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം, ഏത് ദിവസമാണ് ട്രെൻഡ് ട്രേഡ് വർക്ക് ചെയ്തേക്കുന്നത്? വലിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിൽ വെച്ചപ്പോഴാണ് ട്രെൻഡ് ട്രേഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഇവിടുത്തെ കഴിഞ്ഞ ദിവസത്തെ പ്രൈസ് ആക്ടിവിറ്റി, വോളിയത്തിൻ്റെ ആക്ടിവിറ്റി എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്യാൻഡിലിനെ അങ്ങ് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിച്ചേക്കുന്നതെന്ന് പഠിക്കാൻ പറ്റും. ഇപ്പോൾ 41 സെല്ലിംഗ് വോളിയം വന്ന സമയത്ത് നമുക്കിവിടെ കാണാം ബയ്യിങ് വോളിയം 71 ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പ്രൈസ് മുകളിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റി ഒരു ബയ്യിങ് ആക്ടിവിറ്റിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒപ്പം തന്നെ 112, 114, 163, 198, 188, 200. അപ്പോൾ മുകളിലേക്ക് പ്രൈസ് കയറുന്നതിനനുസരിച്ച് ബയേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂടുന്നുണ്ട്, വോളിയം കൂടുതൽ വരുന്ന കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഇന്നലെ ലാസ്റ്റ് മൂവാണിത്. ഇതിപ്പോൾ ഡേ ലോ ആണ്. അപ്പോൾ ഡേ ലോയിൽ നിന്നുള്ള ലാസ്റ്റ് മൂവാണിത്. അത് നല്ല രീതിയിൽ ബയേഴ്സ് കോൺഫിഡൻസ് കാണിച്ചിട്ടുള്ളൊരു ഏരിയ ആണിത്. സോ ദാറ്റ് ഇവിടുന്ന് നല്ലൊരു ക്യാൻഡിലാണ്, ബയ്യിങ് ക്യാൻഡിലാണ് ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസിങ് തന്നേക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ ട്രെൻഡിന് അനുകൂലമായ ട്രേഡ് വർക്കൗട്ട് ആയിട്ടുള്ളത്. ഇനി ഇവിടെ എൻട്രി എടുക്കുമ്പോഴും എല്ലായ്പ്പോഴും നമുക്ക് റിസ്ക് കൂട്ടത്തിലുണ്ട്. നമ്മൾ ഈ ഒരു എൻട്രി എടുക്കുമ്പോൾ ഇതിൽ സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ ട്രേഡും നമുക്ക് വിൻ ചെയ്യുക എന്നൊരു ലക്ഷ്യമേ നമുക്ക് വേണ്ട. അതങ്ങ് കളഞ്ഞേക്കുക. ഒരു ട്രേഡ് ലോസ് അടിച്ചു, ഒരു കുഴപ്പമില്ല. എന്താ കുഴപ്പം?
ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കഴിവ് കൊണ്ടൊന്നുമല്ല വിജയിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ജീവിതത്തിൽ ഏത് മേഖലയിലും ഒരാൾ വിജയിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവാണെന്ന് പൂർണ്ണമായിട്ടും പറയാനൊന്നും ഇല്ല. ഒരു പ്രവൃത്തി കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് കിട്ടാവുന്ന ഒരു നാച്ചുറൽ റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് കൊണ്ട് അയാൾ വിജയിച്ചാൽ വിജയിച്ചു, അത്രയേ ഉള്ളൂ. കാരണം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഒരു പരീക്ഷ നന്നായി പഠിച്ചെഴുതുന്ന ഒരു വിദ്യാർത്ഥിക്കും തോക്കാം. അതിനുള്ള ഉദാഹരണവും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേപ്പർ മിസ്സായി പോയാൽ പോയില്ല. ഇപ്പോൾ കഴിഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ വാർത്തകളിൽ നമ്മൾ കണ്ടല്ലോ, 72 കുട്ടികളുടെ പേപ്പർ മിസ്സായി. അപ്പോൾ അതിൽ പലരും നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടികളുണ്ടാവാം, പക്ഷേ അവർക്ക് വീണ്ടും പരീക്ഷ എഴുതേണ്ടി വന്നു. അതർവൈസ് റിസൾട്ട് വരുമ്പോൾ അവർ തോറ്റെന്നേ കാണിക്കത്തുള്ളൂ, കാരണം മാർക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാം. അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ ബോധേടാവേണ്ട കാര്യമില്ല. ഒപ്പം തന്നെ നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് വിജയിക്കാൻ പറ്റും. അത് എല്ലാ ട്രേഡും വിജയിക്കുമെന്നും വേണ്ട എന്ന് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ മൊത്തം 7 ട്രേഡ് എടുത്തിട്ടുള്ളൂ. 29% മാത്രമേ നമുക്ക് വിൻ റേഷ്യോ കിട്ടിയിട്ടുള്ളൂ, അതായത് 30% താഴെയാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് ഇതിൽ നെറ്റ് പ്രോഫിറ്റ് കാണിക്കാൻ പറ്റുമായിരുന്നു എന്ന് ഈ ജേണലിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടെ നോക്കാം, 5 ദിവസമാണ് നമുക്ക് ലോസ് കിട്ടിയത്. അപ്പോൾ ഒരു ലോസിനെ നമ്മൾ ഒരു പോർഷൻ ലോസ് എന്നാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഒരു ലോസ് മീൻസ് ഒരു പോർഷൻ. അപ്പോൾ 5 പോർഷൻ ലോസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് കാണാം, ഒരു പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 1:2 ആണ് നമ്മൾ റിസ്ക് റിവാർഡ് എടുക്കുന്നത്. അപ്പോൾ എല്ലാ പ്രോഫിറ്റുകളും 1:2 ആയിരിക്കും. അപ്പോൾ ഈ 2 പോർഷൻ വെച്ചിട്ട് 2 ട്രേഡ് നമ്മൾ വിൻ ചെയ്തു. അപ്പോൾ 2 വെച്ചിട്ട് 2 × 2 4 പോർഷൻ പ്രോഫിറ്റ്. അപ്പം നെറ്റ് പോയിട്ട് നമ്മുടെ ലോസ് എന്ന് പറയുന്നത് ജസ്റ്റ് 1 പോർഷൻ ലോസാണ് നമുക്ക് നെറ്റുള്ളൂ. ഇനി ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ആക്ച്വൽ റിസ്ക് റിവാർഡ് ഈ വിൻ ചെയ്ത ദിവസം 1:3 കിട്ടുമായിരുന്നു. ഇനി ഈ ദിവസം നമുക്ക് 2 പോർഷൻ നമ്മൾ വിൻ ചെയ്തു. അന്നും റിസ്ക് റിവാർഡ് നമുക്ക് ആക്ച്വലി 2 അല്ല, നമുക്ക് 3 കിട്ടുമായിരുന്നു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എക്സാക്ട്ലി മാക്സിമം കിട്ടുമായിരുന്നില്ല. 3 നമ്മൾ എടുത്തായിരുന്നു എങ്കിൽ 3 × 3 6 പോർഷൻ നമുക്ക് വിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ 5 ദിവസം തോറ്റാൽ പോലും 5 പോർഷനേ ലോസ് ഉള്ളൂ. അപ്പോൾ 6-ൽ നിന്ന് 5 കുറച്ചാൽ നെറ്റ് 1 പോർഷൻ പ്രോഫിറ്റ് നമുക്കിവിടെ കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ കണക്കിലെ കളി, അതായത് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ബാക്കി ഒന്നുമല്ല, റിസ്ക് റിവാർഡ്, അതേപോലെ പൊസിഷൻ സൈസിങ്, അതേപോലെ തന്നെ നമ്മളുടെ വിൻ റേഷ്യോ. അപ്പോൾ സ്ട്രാറ്റജിയിലല്ല കാര്യം, മാത്തമാറ്റിക്സിലാണ് കാര്യം. സ്ട്രാറ്റജി ഏതൊരു സ്ട്രാറ്റജി ആകാം. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സ്ട്രാറ്റജികൾ ഈ ചാനലിൽ നമ്മൾ തന്നെ തുടക്കകാലത്തെ വീഡിയോകളിലൊക്കെ ധാരാളം ദിവസങ്ങളിൽ ടെസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ സ്ട്രാറ്റജി എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ളവർ തുടക്കകാലത്തെ വീഡിയോകൾ കണ്ടാൽ മതി. സിമ്പിളായിട്ടുള്ള 2, 3, 4 സ്ട്രാറ്റജികൾ നമ്മളവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു സ്ട്രാറ്റജിയിലുമല്ല കാര്യം എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്, മറിച്ച് ഈ മാത്തമാറ്റിക്സിലാണ് കാര്യം. വിജയിക്കുമ്പോൾ നമ്മൾ റിസ്ക് ചെയ്യുന്നതിന് ഇരട്ടി മിനിമം വിൻ എടുക്കുക. അപ്പോൾ റിസ്ക് ചെയ്യുന്നത് 100 രൂപയാണെങ്കിൽ 200 രൂപ പ്രോഫിറ്റ് ഓരോ വിന്നിലും എടുത്തോളുക. അപ്പോൾ റിസ്ക് റിവാർഡ് 2 മിനിമം. പിന്നെ വിൻ റേഷ്യോ എന്ന് പറയുന്നത്, റിസ്ക് റിവാർഡ് 2 എന്ന് പറയുമ്പോൾ തന്നെ വിൻ റേഷ്യോ നമുക്ക് 50-50 പിന്നെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. 40% വിൻ റേഷ്യോ ഉള്ളെങ്കിൽ പോലും നമുക്ക് വിജയിക്കാൻ പറ്റും. ഇനി നമ്മളിവിടെ കണ്ടത് എന്താണ്, 1:3. അപ്പോൾ റിസ്ക് റിവാർഡ് 1:3 വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 30% ട്രേഡ് വിൻ ചെയ്താലും നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ മാത്തമാറ്റിക്സ് ഇതിൻ്റെ കൃത്യമായി മനസ്സിലാക്കുന്നത് എപ്പോഴാണോ അതിന് ശേഷമായിരിക്കും നമുക്ക് ട്രേഡിങ്ങിൽ വിജയം നമ്മളിലേക്ക് എത്താൻ തുടങ്ങുക. ഓക്കെ, അപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു വീഡിയോ. എന്തായാലും ഇന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. നാളെയും ട്രേഡ് ചിലപ്പോഴേ ഉണ്ടാകത്തുള്ളൂ. എനിവേ നമ്മുടെ വീഡിയോ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക്